മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ട് 2 മാസം തികഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും രാജസ്ഥാൻ മതപരിവർത്തനം തടയാൻ പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വിവാഹത്തിന് ശേഷം മതം മാറിയാൽ പോലും കർശന ശിക്ഷ നൽകുന്ന വ്യവസ്ഥകളോടെയാണ് ബില്ല്. സ്വന്തം മതവും വിവാഹവും സ്വയം തീരുമാനിക്കാം എന്ന് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് പുതിയ നിയമത്തിലൂടെ അപ്രസക്തമാകുന്നത്. വിവാഹശേഷം മതം മാറിയാൽ വിവാഹം തന്നെ റദ്ദാക്കപ്പെടുമെന്നാണ് ബില്ല് പറയുന്നത്. തെറ്റിദ്ധരിപ്പിച്ചും തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ബലം പ്രയോഗിച്ചും കുൽസിത മാർഗങ്ങളിലും സമ്മർദ്ദം ചെലുത്തിയുമാണ് മതപരിവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ബില്ലിന്റെ ആമുഖം പറയുന്നത്. അത് തടയുന്നതിനായി ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് പുതിയ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. മതപ്രചാരണം നടത്തിയാൽ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ബില്ലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആശങ്ക. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. മതപ്രചാരണം പോലും അസാധ്യമാക്കുന്ന പുതിയ നിയമങ്ങൾ. രാജസ്ഥാൻ ഇത് ആദ്യമല്ല ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു. അത് പിൻവലിച്ചാണ് കൂടുതൽ കർശന വ്യവസ്ഥകളുള്ള ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് ബില്ല് കടുപ്പിക്കാൻ കാരണമായതെന്നാണ് നിഗമനം. അതായത് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച നിയമത്തിൽ വിവാഹത്തിന്റെ മറവിൽ മതം മാറ്റിയാൽ നടപടി എന്നായിരുന്നു. ഇൻ ദ പ്രീടെക്സ്റ്റ് ഓഫ് മാരേജ് എന്ന ആ വാചകത്തിനൊപ്പം ബൈ മാരേജ് ഓർ ഇൻ ദ പ്രീടെക്സ്റ്റ് ഓഫ് മാരേജ് എന്നാക്കി തിരുത്തി. വിവാഹം വ്യാജമല്ലെന്ന് തെളിയിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാനാണ് വിവാഹം കഴിച്ചാലും എന്നുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിന് ലവ് ജിഹാദ് തടയാൻ എന്നാണ് രാജസ്ഥാൻ നിയമമന്ത്രി ജോഗറാം പട്ടേൽ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഏത് മതത്തിലേക്കുമുള്ള പരിവർത്തനം തടയാൻ എന്നാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് രാജസ്ഥാൻ നിയമത്തിൽ മാറ്റം വരുത്തിയത് എന്ന് വ്യക്തം. ഇതുവരെ ലവ് ജിഹാദിനെ മാത്രമാണ് എതിർത്തിരുന്നതെങ്കിൽ എല്ലാ ഇതര മത പ്രണയങ്ങളും ഇനി കുറ്റകരമാവുകയാണ്. ഇതിനൊരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദു പുരുഷന്മാർക്ക് ഏത് മതത്തിലുള്ളവരെ പ്രണയിച്ച് വിവാഹം കഴിക്കാനും സ്വന്തം മതത്തിലേക്ക് മാറ്റാനും തടസ്സമില്ല എന്നുള്ളതാണ്. ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ തടസ്സമില്ലാതാക്കുന്ന വകുപ്പും പുതുതായി എഴുതി ചേർത്തതാണ്. ഒറിജിനൽ മതത്തിലേക്ക് മടങ്ങിപ്പോകാൻ നിബന്ധനകൾ ബാധകമല്ല എന്നാണ് നിയമത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ഘർ വാപ്പസികൾക്ക് പൂർണ്ണ അനുമതി നൽകുന്നതാണ് ഈ ചട്ടം. എല്ലാവരുടെയും ഒറിജിനൽ മതം ഹിന്ദു മതമാണെന്നും മറ്റു മതങ്ങളിലുള്ളവർ പരിവർത്തനത്തിലൂടെ മാറിയതാണ് എന്നുമാണ് ഹിന്ദു സംഘടനകൾ പ്രചരിപ്പിക്കുന്നത്. ഈ ആശയഗതിയിൽ ഊന്നി നിന്ന് തയ്യാറാക്കിയതാണ് ഈ ബിൽ. ഇതോടെ രാജസ്ഥാനിൽ എന്ത് സംഭവിക്കും? പ്രണയിക്കാൻ പോലും മതം നോക്കേണ്ടി വരും എന്നാണ് സ്ഥിതി. സ്വന്തം മതത്തിൽ നിന്നല്ലാതെ വിവാഹം കഴിച്ചാൽ അത് അസാധുവാകും. പൗര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാകും. മറ്റു മതങ്ങളിൽ നിന്നുള്ള വിവാഹം ഏറെക്കുറെ അസാധുവാക്കുന്നതാണ് ചട്ടങ്ങൾ. ഹിന്ദു മതത്തിലേക്കല്ലാതെ മറ്റേത് മതത്തിലെ പുരുഷന്മാരുമായും സ്ത്രീകൾ വിവാഹം കഴിച്ചാൽ അത് അസാധുവാക്കാം. എന്നാൽ ക്രിസ്ത്യൻ, മുസ്ലിം മതവിഭാഗങ്ങളിലെ യുവതികൾക്ക് ഹിന്ദു പുരുഷനെ വിവാഹം കഴിക്കാൻ തടസ്സവുമില്ല. ലവ് ജിഹാദ് എന്ന് പ്രചരിപ്പിച്ചിരുന്നതിന്റെ നേർ വിപരീതമായതിന് ഒരർത്ഥത്തിൽ അംഗീകാരം നൽകുകയാണ് ഈ നിയമം. ഹിന്ദു യുവാക്കൾക്ക് ഏതു മതത്തിൽ നിന്നും പ്രണയിച്ച് വിവാഹം കഴിക്കാം. എന്നാൽ ഹിന്ദു യുവതികൾക്ക് ഹിന്ദു പുരുഷന്മാരെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ കഴിയില്ല. അല്യൂർമെന്റ് ഫോർ കൺവേർഷൻ എന്ന വാക്കും പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർത്തതാണ്. മതപരിവർത്തനത്തിന് ഏത് വിധത്തിലുള്ള പ്രേരണയും ജാമ്യം കിട്ടാത്ത വകുപ്പാകും. പ്രാർത്ഥന നടത്തുന്നത് മാത്രമല്ല, ഒപ്പം യാത്ര ചെയ്യുന്നതും സഹായം നൽകുന്നതുമെല്ലാം മതപരിവർത്തന കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് പരിഷ്കരിച്ച നിയമം പറയുന്നത്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് ശേഷം വന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് ഈ അല്യൂർമെന്റ് ഫോർ കൺവേർഷൻ. അല്യൂർമെന്റ് അഥവാ പ്രേരണയ്ക്ക് പിന്നിൽ എന്തെല്ലാം വരുമെന്നും നിയമം പറയുന്നുണ്ട്. portraying practice, rituals and ceremonies or any integral part of a religion in a detrimental way or glorifying one religion against another religion. ഒരു മതത്തിന്റെ ഭാഗമായ പ്രാർത്ഥന, ആചാരങ്ങൾ, ചടങ്ങുകൾ എന്നിവ ഇതര മതസ്ഥരുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ കുറ്റകരമാകും. സ്വന്തം മതത്തെ പുകഴ്ത്തി സംസാരിച്ചാലും കുറ്റകരമാകും. അടച്ചിട്ട മുറികളിൽ സ്വന്തം മതസ്ഥരുടെ നടുവിലല്ലാതെ കർമ്മങ്ങൾ നടത്തുന്നതിനെ വിലക്കുന്ന വകുപ്പാണിത്. ഈ വകുപ്പ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പെരുന്നാളിന്റെ പ്രദക്ഷിണവും പാട്ടുകുർബാനയും നഗരി കാണിക്കലും പോലും തടയാൻ ഇതുവഴി പോലീസിന് സാധിക്കും.
സ്വന്തം മതം മഹത്തരമാണെന്ന് കാണിക്കാൻ നടത്തുന്നതാണെന്ന് ആരോപിച്ച് ഏത് മതപരിപാടികളും തടസ്സപ്പെടുത്താം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള മതപ്രചരണവും തീർത്തും അസാധ്യമാക്കുന്നതാണ് നിയമം. സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ സ്വന്തം മതം മഹത്തരമാണെന്ന് പ്രചരിപ്പിച്ചാൽ കുറ്റകരം എന്നാണ് നിയമം പറയുന്നത്. ഇതൊന്നും ഹിന്ദുമത പ്രചാരണത്തിന് തടസ്സമല്ല. കാരണം ഹിന്ദുമതമാണ് മൂൽ ധർമ്മ അഥവാ എല്ലാവരുടെയും അടിസ്ഥാന മതം എന്നാണ് നിയമം പറഞ്ഞു വെക്കുന്നത്. മതവിഭാഗങ്ങൾ നടത്തുന്ന കാരുണ്യ സ്ഥാപനങ്ങളും ഈ നിയമത്തിലൂടെ കർശന നിയന്ത്രണത്തിലാവുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, ആശുപത്രികൾ, NGOകൾ എന്നിവയിൽ ഇതര മതസ്ഥർക്ക് പ്രവേശനം നൽകാം. പക്ഷേ അവരുടെ മുന്നിൽ സ്ഥാപനത്തിന്റെ, മതത്തിന്റെ ചടങ്ങുകൾ, പ്രാർത്ഥനകൾ എന്നിവ അവതരിപ്പിക്കാൻ പാടില്ല. സ്വന്തം മതത്തെ പ്രകീർത്തിക്കുന്ന നോട്ടീസുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ എന്നിവ അച്ചടിച്ചോ ദൃശ്യമാധ്യമങ്ങൾ വഴിയോ നവമാധ്യമങ്ങളിലൂടെയോ നൽകാനും കഴിയില്ല. മതപരിവർത്തനം എന്ന പരാതി നേരത്തെ നൽകണമെങ്കിൽ ഒന്നുകിൽ പരിവർത്തനത്തിന് വിധേയരായവർ അല്ലെങ്കിൽ രക്തബന്ധമുള്ളവർ എന്നിവർ പരാതി നൽകണമായിരുന്നു. ഇനി ഏതൊരാൾക്കും പരാതി നൽകാം. ആ പരാതിയിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഭരണഘടനയെ നിയമം കൊണ്ട് മറികടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയും എന്നാണ് ഉത്തരം. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.